അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഫാബ്രിക് ഡിഫക്ട്സ്. അത് നമ്മുടെ ക്വാളിറ്റി കൺട്രോളിൽ തന്നെയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോ മെറ്റീരിയലിൻ്റെ ഇൻസ്പെക്ഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. നമ്മൾ ഓരോ സ്റ്റേജസിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ 4 പോയിൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഫാബ്രിക് ഡിഫക്ട്സ് നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 വേർഡിലൊക്കെ ചോദിക്കും, ഇന്ന ഡിഫക്ട്സ് എന്താണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാബ്രിക് ഡിഫക്ട്സ്. അപ്പോൾ നമ്മുടെ കോമൺ ഫാബ്രിക് ഡിഫക്ട്സിൽ കുറേ ഉണ്ട് കേട്ടോ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരുപാട് ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് കുറേ ടൈപ്പ് ഡിഫക്ട്സ് ആണ്. നോട്ടുകൾ, കളേർഡ് ഫ്ലെക്സ്, മിസ്സിങ് പിക്സ്, ഓയിലി പിക്സ്, ഫ്ലോട്ട്സ്, ലാഷിങ് ഇന്ന്, ലോക്കൽ ഡിസ്റ്റോർഷൻ, സ്നാൾസ്, സ്റ്റിച്ചസ്. അപ്പോൾ ഈ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് നമുക്ക് ഡിഫക്ട്സ് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിൻറ്റ്സ് ജസ്റ്റ് ഇതൊന്ന് ഹെഡിങ്സ് ഒന്ന് മനസ്സിലാക്കണം. ഇത് ഫാബ്രിക് ഡിഫക്റ്റ് ആണെന്നുള്ളൊരു കാര്യം. കാരണം 1 വേർഡിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം, അതെന്താണ്, ഫാബ്രിക് ഡിഫക്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്താണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയണം ഇത് ഫാബ്രിക് ഡിഫക്റ്റിൽ വരുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഡിഫക്ട്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് വെഫ്റ്റ് ബാർ. വെഫ്റ്റ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? വെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ യാണിനെയാണ് നമ്മൾ വെഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ എന്താ പറയുക, നമ്മൾ സാധാരണ യാൺ അതായത് വെഫ്റ്റ് യാണിനേക്കാളും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇതിൽ കട്ടിയിലൊക്കെ ഇങ്ങനെ വെഫ്റ്റ് യാൺസ് കിടക്കുന്ന കാണാം. അത് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഫാബ്രിക്കിൽ നമുക്കിങ്ങനെ ഈ യാണിനെ കാണാം. അപ്പോൾ അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് യാൺ കൗണ്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ട്വിസ്റ്റ് കറക്റ്റ് ആവാണ്ട് ഒക്കെ ആയിരിക്കാം അങ്ങനെ വരുന്നത്. ചിലപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ആ കളറിലുള്ള എന്തെങ്കിലും ചേഞ്ചസോ അതിൻ്റെ ഷൈനിങ്ങിനുള്ള വ്യത്യാസമോ ഒക്കെ ആവാം. പിന്നെ നമ്മുടെ അറിയാമല്ലോ ഇതിൽ വീവിങ്ങിൽ മോഷൻസ് അറിയാമല്ലോ, ലെറ്റ് ഓഫ് ആൻഡ് ടേക്കപ്പ്. അപ്പോൾ അത് ഫാബ്രിക്കിൻ്റെ ഇങ്ങോട്ടേക്ക് ലെറ്റ് ഓഫും ടേക്കപ്പ് ആവുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും ആ യാണിന് പറ്റിയത് കൊണ്ടാവാം വെഫ്റ്റ് ബാർ ഉണ്ടാവുന്നത് ഫാബ്രിക്കിൽ. അടുത്തത് കളേർഡ് ഫ്ലെക്സ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു കളർ പറ്റിയ പോലെ ഇരിക്കുന്നതാണ് അല്ലേ. അത് നമ്മൾ സാധാരണ യാണിൻ്റെ മുകളിൽ അല്ലാതെ അതിന് മുന്നേ ഉള്ള എന്തെങ്കിലും പ്രോസസ്സ് വഴി വന്നതാവാം. ഓക്കെ. അപ്പോൾ ജിന്നിങ് പ്രോസസ്സൊക്കെ ഉണ്ട്. ജിന്നിങ് തുടക്കത്തിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, ലീവ്സ് ഒക്കെ ഫൈബേഴ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്തോ അല്ലെങ്കിൽ യാണ് വൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയ ഫോറിൻ മാറ്റർ ആവാം, പുറത്തുനിന്ന് എന്തെങ്കിലും വന്ന് അതിൽ പിടിച്ചിരിക്കുന്നതാവാം. അതുകൊണ്ടാണ് കളേർഡ് ഫ്ലെക്സ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം മെൻഡിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് മെൻഡിങ്ങിൽ പറയുന്നത്. റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തത് അവിടെ നോട്ട് മെൻഡിങ്, കാൺ ഡു മെൻഡിങ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്കിത് റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലക്കറൊക്കെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാം. പിന്നെ നോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, കെട്ട് വീഴുക. അപ്പം നമ്മളിപ്പം 2 എൻഡുകൾ അതായത് 2 യാണിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി കെട്ട് പിണഞ്ഞ് പോയതോ എന്തെങ്കിലും ആയിട്ടാണ് ഈ നോട്ട് കാണുന്നത്. കണ്ടോ, നമ്മൾ സാധാരണ ഒരു തുണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണാം, യാണ് ഒരുമിച്ച് കൂടിയിട്ട് നോട്ട്സ്. അടുത്ത സ്ലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം യാണിൻ്റെ ഒരുമിച്ചൊരു ബഞ്ചായിട്ട് അതൊരു കൂട്ടായിട്ട് യാൺ വന്നിട്ട് വീവ് ചെയ്ത് പോവുക. ഓക്കെ. അത് ചിലപ്പോൾ ട്വിസ്റ്റ് കറക്റ്റ് അല്ലാണ്ട് കുറേ യാൺസ് ഒരുമിച്ചായതാവാം. അപ്പം സാധാരണ യാണിനേക്കാളും കുറച്ചും കൂടെ തിക്കറായിട്ടുണ്ടാവും ഈ യാണ് സ്ലബ്സ്.
അപ്പോൾ കാർഡിങ് കോമ്പിങ് എന്നുള്ള പ്രോസസ്സൊന്നും കറക്റ്റ് ആയില്ലെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ വരാം. പിന്നെ ഡബിൾ എൻഡ്, ഇതിൽ നോക്കിക്കാരനാണ് എൻഡ്സും പിക്സും ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ വൺ വേർഡിൽ ചോദിക്കുന്ന കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് എൻഡ്സ് എന്താ, പിക്സ് എന്താ, പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വീവിങ്ങിലുള്ള ഒരുപാട് ടേംസ് ഉണ്ട്, അതൊക്കെ നന്നായിട്ട് നോക്കുക. എന്തായാലും എക്സാമിന് കുറേ ചോദിക്കും. അപ്പോൾ ഇതിൽ എൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വേർട്ടിക്കൽ യാണാണ് നമ്മൾ എൻഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു യാണ ഉണ്ടാവുള്ളൂ അല്ലേ, ഒന്ന് കഴിഞ്ഞ് പിന്നെ അടുത്തത് അതിൻ്റെ വെഫ്റ്റിയിലേ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഡബിൾ എൻഡ്, രണ്ട് യാണ് ഒരുമിച്ച് വേർട്ടിക്കൽ യാണ് ഒരുമിച്ച് വന്നിട്ട് വീവ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡബിൾ എൻഡ് എന്ന് പറയുന്നത്. പിന്നത്തത് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാലോ, നമ്മൾ കറക്റ്റ് ഇൻ്റർലേസ്മെൻറ്റ് കറക്റ്റ് ആയില്ല, വാർപ്പും വെഫ്റ്റിൻ്റെയും കറക്റ്റ് ആവാണ്ട് കുറേ ത്രെഡുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. വാർപ്പും വെഫ്റ്റും കറക്റ്റ് ആവാണ്ട് ഒരുമിച്ച് ഇങ്ങനെ കൂടി കൂടി എന്തൊക്കെയോ ആയിട്ട് വീവിങ് കറക്റ്റ് അല്ലാത്ത പോർഷൻസ് കാണാം. അതിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയാം. ഓക്കെ, അടുത്തത് മിസ്സിങ് എൻഡ്സ്. ഇതിൽ നമ്മളെന്താ പ്രശ്നം, എൻഡുകൾ മിസ്സിങ് ആണ്. വാർപ്പ് യാൺസ് ഇതിൽ മിസ്സിങ് ആണ്, വെഫ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം യാൺ എന്തെങ്കിലും കാരണം കൊണ്ട് പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ ഭാഗങ്ങളിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും, വെഫ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മൾ വാർപ്പ് ബീമിൽ കറക്റ്റ് വാർപ്പ് അതായത് വൈൻഡ് ചെയ്തില്ലെങ്കിലും ഒക്കെ സ്റ്റോപ്പ് മോഷൻ പ്രോസസ്സിലും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എൻഡ്സ് മിസ്സായിട്ട്, അതായത് മിസ്സിങ് എൻഡ്സ് ഉണ്ടാവാം. ചിലപ്പം പിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. കണ്ടോ, ഇവിടെ ഒരു പിക്ക് ഇല്ല, ഒരു വെഫ്റ്റിയാണ് ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ മിസ്സിങ് പിക്സ് എന്ന് പറയാം. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണമെന്നില്ല, എന്തൊക്കെയാണ് ഇത് ഡിഫക്ട്സിൻ്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ലാഷിങ് ഇൻ. ലാഷിങ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ചിലപ്പം നമ്മുടെ വെഫ്റ്റിയാണ് ഇവിടെ തീരേണ്ടതാണ്, പക്ഷേ ചിലപ്പം പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അത് എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞല്ലോ ഷട്ടിൽ അല്ല, ഒരു പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ച് ആ ഷട്ടിൽ ഇങ്ങോട്ട് പോകണം, കറക്റ്റായിട്ട് അവിടെ എൻഡ് ഇതിൻ്റെ ഈ കറക്റ്റ് തുണിയുടെ അവിടെ തന്നെ നിൽക്കണം, പക്ഷേ ഇതിൽ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡിഫക്റ്റാണ്, ലാഷിങ് ഇൻ. പിന്നെ ടൈറ്റ് എൻഡ്സ്. ഇവിടെയാണ് എൻഡ്സ് എന്താ നോർമലായിട്ടുള്ള ആ ഒരു പ്രഷറിലല്ല നിൽക്കുന്നത്, കുറച്ച് ടൈറ്റായിട്ട്, ഒരു വാർപ്പിയാണ് നല്ല ടൈറ്റായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പം വാർപ്പ് ബീമിൽ നമ്മൾ വൈൻഡ് ചെയ്യുമ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, ടൈറ്റ് എൻഡ്. ഹോള് ചിലപ്പോൾ നമ്മൾ കാണാം അല്ലേ, കുറേ ഇതിൻ്റെ ഇടയിൽ ക്ലോത്തിൻ്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം ചെറിയ ഹോള് പോലെയൊക്കെ കാണാം. അപ്പം ഇത് ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കും, അതൊരു ഇംപെർഫെക്ഷനാണ് അല്ലേ, ഫാബ്രിക് ഡിഫക്ട്സിൽ വരുന്നതാണ് ഹോള്. പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫാബ്രിക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഫാബ്രിക്കിൽ ചിലപ്പം ഓരോ പ്രോസസ്സിൽ കഴിഞ്ഞപ്പോൾ ഫിനിഷിങ്ങിലോ അല്ലെ വീവിങ്ങിലോ എന്തെങ്കിലും പ്രശ്നത്തിൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെയിൻ കറയൊക്കെ പറ്റാം. അപ്പോൾ ഇതൊരു ഫാബ്രിക് ഡിഫക്റ്റാണ്. പിന്നെ ടെമ്പിൾ മാർക്ക്. ടെമ്പിൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഒരു ഇതുണ്ട്, മെഷീൻ്റെ ഒരു ഇതിൽ പറ്റുന്നതാണ്, ഒരു ഹോള് പോലെ ഇങ്ങനെ അതിൽ വന്നിട്ടുണ്ടാവും ഫാബ്രിക്കിൽ. ടെമ്പിൾ ബാറിൻ്റെ അതിൻ്റെ മുകളിലുള്ള ഒരു ഇതുണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഹോള് മെറ്റീരിയലിലേക്ക് വരുന്നതാണത്. പിന്നെ തിക്ക് ആൻഡ് തിൻ പ്ലേസസ് നമ്മൾ നമ്മുടെ ഫാബ്രിക്കിൽ ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ, ചില സൈഡിൽ തിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും, ചിലത് തിന്നായിട്ടുണ്ടാവും. അത് കാരണം ആ ഒരു സ്പിന്നിങ് പ്രോസസ്സിൽ ആ യാണിന് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ തിക്ക് ആൻഡ് തിന്ന് വരുന്നത്. ഓക്കെ, കൗണ്ടിലുള്ള വ്യത്യാസം, യാൺ കൗണ്ടിൽ. അപ്പം നമ്മുടെ ഫാബ്രിക് ഡിഫക്ട്സിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോക്കുക, ഇതിൻ്റെ പിക്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലാവാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ ഞാൻ മറ്റേത് നോട്ട് കഴിഞ്ഞ പാർട്ട് 1 ഉണ്ടല്ലോ,
ആ നോട്ടിൻ്റെ കൂടെ തന്നെ ഈ പാർട്ട് 2 കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒരുമിച്ചായിരിക്കും നോട്ട്സ് തരിക. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളുക. ഓക്കെ, താങ്ക് യു.